ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു മിനിറ്റോളം ഉള്ള സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ പോർഷൻ കഴിഞ്ഞ് ഞാൻ വരട്ടെ ഒരു പിന്നാലെ വരേണ്ട പാട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് മ്യൂസിക്കാണ്. അത് നമ്മൾ രണ്ട് കാര്യം നമ്മുടെ ഹിപ്പിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നല്ലോണം കുലുങ്ങി കൊടുക്കുക. ഇരിക്കുക, എണീക്കുക, ഇരിക്കുക, എണീക്കുക. ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ ആ മ്യൂസിക് കഴിഞ്ഞ് അടുത്ത മ്യൂസിക് ഡയറക്ഷൻ വരുന്നവരെ ഈ സ്റ്റെപ്പാണ് കളിക്കേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഡാൻസിലാണ് പറയുന്നത്. ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 3 4 5 6. അടുത്ത വരെ ലൈൻ എന്ന് പറയുന്നത് പഴമുടിക്കരയിലെ നായികയായി. ആ ലൈനിൻ്റെ സ്റ്റെപ്പാണ് അടുത്തതായിട്ട് എടുക്കുന്നത്. രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് പതിക്ക് ജസ്റ്റ് നമുക്ക് കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് സ്റ്റെപ്പ്. അത് ആ വരെ കഴിയുന്നവരെ ചെയ്യാം. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ലൈനിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. അടുത്തത് ഞാൻ വരട്ടെ തന്നെ റിപ്പീറ്റിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സിലിങ്ങനെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് നമ്മളെ പേര് നിന്ന സ്ഥലത്തേക്ക് മാറുക. എന്നിട്ട് അവിടെ നിന്നിട്ട് നല്ലോണം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കുലുങ്ങി കളിച്ചതിന് ശേഷം ആ മ്യൂസിക്കിലെ ലാസ്റ്റ് ലൈനാകുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ പൊസിഷനിലേക്ക് തന്നെ വരിക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫ്രീ ആയിട്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഇതേപോലെ ചെയ്യുക. മ്യൂസിക് മാറുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ട് കയ്യോ ഹിപ്പിൽ വെച്ചിട്ട് കാലിങ്ങനെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് നമ്മൾ ആ ലൈന് പാട്ടാണ് അത് തീരുന്ന വരെ ഇതാണ് സ്റ്റെപ്പ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റാണ് വരുന്നത്. അതായത് ഞാനും വരട്ടെയാണ് ലൈനാണ്. അതേപോലെ ഞാനും വരട്ടെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ചെയ്യുക. എല്ലാം ഈ സോങ് മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ പാട്ട് ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെല്ലാം സെയിം സ്റ്റെപ്പാണ്. പോരു പുന്നാരെ പിന്നെ ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം. അതിനാണിപ്പോൾ ഈ സ്റ്റെപ്പ്. അതായത് നമ്മൾ ആദ്യം കളിച്ച സ്റ്റെപ്പ് തന്നെ ഈ കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് കണ്ടിന്യൂസ് അത് സെയിം സ്റ്റെപ്പുകൾ തന്നെ കളിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഇതും എല്ലാം പിന്നെ ഞാനും വരട്ടെ റിപ്പീറ്റാണ് വരുന്നത്. സെയിം സ്റ്റെപ്പ് തന്നെ ഞാൻ വരട്ടെയുടെ ആദ്യം നമ്മൾ കളിച്ച സ്റ്റെപ്പ് തന്നെ പോരു പിന്നാലെ സെയിം ആണ് വരുന്നത്. അപ്പോൾ തന്നെ ആ പോരു പിന്നാലേക്ക് സെയിം സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവർക്കും സ്റ്റെപ്പുകൾ ഇഷ്ടമായി. എല്ലാവരും കണ്ടെല്ലാം എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? കൂടെ കൂടിക്കോളൂ കേട്ടോ.